ആ കുഞ്ഞിനെ ഗർഭം ധരിച്ച അമ്മയുടെ സങ്കടം എന്തേ ആരും മനസ്സിലാക്കാതെ പോയി. സ്നേഹയുടെ പ്രഗ്നൻസി മുതൽ കമ്പനിയിലെ തീപിടുത്തം ഉണ്ടായതുവരെ എല്ലാം എന്റെ ഭാര്യയുടെയും ഈ കുഞ്ഞിന്റെയും തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? അച്ഛൻ പറയും, ഈ കുഞ്ഞിനോട് ഞാൻ കാണിക്കേണ്ട കടമയല്ലേ ഈ വളകാപ്പ് ചടങ്ങ്? അച്ഛൻ അച്ഛന്റെ മക്കൾക്ക് വേണ്ടി ചെയ്തത് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള അവകാശം എനിക്കില്ലേ? അത് മാത്രമല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ ചടങ്ങിൽ നിന്ന് അച്ഛൻ ഇറങ്ങിപ്പോയത് ഞങ്ങൾ എന്തുമാത്രം തകർത്ത് കളഞ്ഞുവെന്ന് അച്ഛൻ അറിയാമോ? ഇനി നിങ്ങളെ ഇങ്ങനെ തോൽപ്പിക്കില്ല അച്ഛാ. അച്ഛന്റെ മകനോട് ഞാൻ അച്ഛൻ്റെ അതേ രക്തവും വീര്യവും തന്നെയാ എൻ്റെ ഉള്ളിലുള്ളത്. അതേ രക്തം തന്നെയാ അച്ഛൻ്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിനും. പൈതൃകം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. ഇത്രയും അറിവും ലോകപരിചയമുള്ള അച്ഛന് അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? മുത്തശ്ശനിൽ നിന്ന് അച്ഛനിലേക്കും, അച്ഛനിൽ നിന്ന് എന്നിലേക്കും, എന്നിൽ നിന്ന് എൻ്റെ കുഞ്ഞിലേക്ക് ഒഴുകുന്ന ഒരു പൈതൃകം, അതിനേക്കാൾ മഹത്തരമായി ഈ ലോകത്ത് വേറെ എന്താ ഉള്ളത്? ആ പൈതൃകത്തെ നിഷേധിക്കാൻ അച്ഛന് കഴിയോ? പിന്നെ എന്തിനാ അച്ഛാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തേ? ഇതിനേക്കാൾ കൂടുതലായി എനിക്കൊന്നും പറയാനില്ല. അച്ഛന് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാം. അച്ഛനില്ലാതെ ഈ ചടങ്ങ് വേണ്ടെന്നാ അർച്ചനയുടെ തീരുമാനം. സേതുട്ടാ, കുഞ്ഞുങ്ങളുണ്ടാവാതിരുന്ന നമ്മുടെ മക്കൾക്ക് കിട്ടിയ മഹാഭാഗ്യം ഇത്. ഇവർക്കൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി നമ്മളൊക്കെ എത്രമാത്രം പ്രാർത്ഥിച്ചതാ, ആഗ്രഹിച്ചതാ സേതുട്ടാ. അതൊക്കെ സേതുട്ട മറന്നുപോയോ? ഈ വീട്ടിൽ ഇങ്ങനെ ഒരു നിമിഷം ഉണ്ടാവാൻ വേണ്ടി നമ്മളൊക്കെ എത്രമാത്രം കൊതിച്ചിട്ടുണ്ട് സേതുട്ട. എത്രയോ കാലം കാത്തിരുന്ന് നമുക്ക് കിട്ടിയ നിധിയല്ലേ ഈ കുഞ്ഞ്. അന്ധവിശ്വാസത്തിന്റെ പേരിൽ ആ കുഞ്ഞിനോട് എന്തിനാ ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നത്? എന്റെ അച്ഛമോൾ എപ്പോഴും പറയും, സേതുവേട്ടൻ അവളുടെ സ്വന്തം അച്ഛനാന്ന്. അത്രയ്ക്ക് അവൾ സ്നേഹിക്കുന്നുണ്ട് സേതുവേട്ടനെ. അവരുടെ സന്തോഷമല്ല സേതുവേട്ടൻ നമുക്ക് ഏറ്റവും വലുത്. അവരോട് അല്പം ദയ കാണിച്ചൂടെ? എല്ലാവരും കൂടി സെന്റ് ഡയലോഗ്സ് അടിച്ച് ഇപ്പൊ തന്നെ കിളവന്റെ മനസ്സ് മാറ്റുന്ന ലക്ഷണം. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കമലെടുത്തി ഒരു കാര്യം മനസ്സിലാക്കണം. അച്ഛന് ആരോടെങ്കിലും വെറുപ്പോ ദേഷ്യമോ ഒന്നും ഉണ്ടായിട്ടല്ല ഇവിടുന്ന് ഇറങ്ങിപ്പോയത്.
സ്വന്തം സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ അല്ലേ അച്ഛാ? അച്ഛന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് എല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചൂടെ? ഈ വീട്ടിൽ ഇത്രയും കാര്യങ്ങൾ നടന്നു. ഇപ്പോ ഫാക്ടറിയിൽ തീപിടുത്തം ഉണ്ടായി. ഫയർഫോഴ്സ് തീയണച്ചെങ്കിലും അച്ഛൻ്റെയും ഞങ്ങളുടെ എന്ന നെഞ്ചിൽ അതിന്റെ കനൽ അണഞ്ഞു തീർന്നിട്ടില്ല. ആശുപത്രിയിൽ വെച്ച് പത്രക്കാരോടും നാട്ടുകാരോടും ഒക്കെ സമാധാനം പറയേണ്ടി വന്നത് അച്ഛനാ. അവരെല്ലാം കൂടി അച്ഛനെ എത്രമാത്രം വിഷമിപ്പിച്ചു എന്നറിയോ? സച്ചിയാർച്ചനൊക്കെ അത് കണ്ടതാണല്ലോ. ഒന്നിനു പിറകെ ഒന്നായി ഓരോരോ ദുരനുഭവങ്ങളും നഷ്ടങ്ങളും തേടി വരുമ്പോ ആരായാലും ഈ ഒരവസ്ഥയിലായി പോവും. നിങ്ങള് ഈ ചടങ്ങ് നടത്തുന്നതിൽ എനിക്കൊരു പരാതിയില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാ, അല്ലാതെ നിങ്ങളോട് ആരോടുള്ള ദേഷ്യം കൊണ്ടോ വിരോധം കൊണ്ടോ അല്ല. ചടങ്ങ് നടക്കട്ടെ. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള മനോബലം എനിക്കില്ല. എല്ലാവരും എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. സച്ചേട്ടോ, ഞാൻ ഇറങ്ങിപ്പോയതായിരുന്നല്ലോ നിങ്ങളുടെ പ്രശ്നം. ഇപ്പൊ ഞാൻ തിരിച്ചു വന്നില്ലേ? ഇനി നിങ്ങൾ ഈ ചടങ്ങ് നടത്തിക്കോളൂ. പക്ഷേ എന്നെ നിർബന്ധിക്കരുത്. അച്ഛാ, ഇതെന്റെ അപേക്ഷ. മോളെ, ഇതുപോലൊരു സന്തോഷം ഞാൻ എന്റെ ജന്മത്ത് അനുഭവിച്ചിട്ടില്ല. എന്താ കാര്യം ചോദിക്കേ? ഓ, തന്റെ നാക്കെടുക്കാൻ പറ്റില്ലല്ലോ, അത് ഞാനങ്ങ് മറന്നു. എടോ, താൻ അറിഞ്ഞോ? അർച്ചനയുടെ വളകാപ്പ് ചടങ്ങേ ഇനി നടക്കില്ല. അതിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് സേതുമാധവൻ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടങ്ങ് പറഞ്ഞു. അത് കേട്ട് അർച്ചനയും സച്ചിയും കണ്ണും മിഴിച്ച് നിൽക്കുന്ന ആ കാഴ്ച, ഹോ എന്റെ ദൈവമേ, എന്നെ ഇങ്ങനൊരു കാഴ്ച നീ കാണിച്ചു തന്നല്ലോ. ആഹാ, കണ്ണു നിറഞ്ഞല്ലോ. അവളുടെ വളകാപ്പ് ചടങ്ങ് നടക്കാത്തതില് തനിക്ക് നല്ല വിഷമമുണ്ടല്ലേ? എഴുന്നേക്കാനും വാ തുറക്കാനും പറ്റാത്ത ഈ കോലത്തിൽ താൻ എന്ത് ചെയ്യും? എന്നെ കൊല്ലാനുള്ള വാശി തന്റെ ഉള്ളിലുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം,
എല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ കിടക്കാനാ തന്റെ വിധി. ഹലോ മൂർത്തി. എന്തായി? ഞാൻ എന്തെങ്കിലും ഇനി ചെയ്യേണ്ടതുണ്ടോ? എന്ത് വേണമെന്ന് ഞാൻ പറയാം. മൂർത്തി തയ്യാറായിട്ടിരുന്നോ? അച്ചു മോളെ, നീ ഇങ്ങനെ കരയല്ലേ? ചടങ്ങ് നടത്തുന്നില്ല സേതുവട്ടം ഒരു വിരോധമില്ലെന്ന് പറഞ്ഞില്ലേ? സന്ദീപൻ ധനുഷൻ ചെന്ന് വിളിച്ചപ്പോ സേതുവട്ടം വരികയും ചെയ്തു. ഇനിയും മോളെന്തിനാ കരയുന്നേ? സച്ചേട്ടാ, അച്ഛൻ തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം മാറിയല്ലോ. ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ബുദ്ധിമുട്ട് അച്ഛൻ പറയുകയും ചെയ്തു. അച്ഛൻ പങ്കെടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ചടങ്ങ് നമുക്ക് നടത്താം. സച്ചേട്ടൻ എന്ത് പറയുന്നു? പേരിനൊരു ചടങ്ങായിട്ടാണെങ്കിലും ഇത് നടത്തിയേ പറ്റൂ. അർച്ചന, താൻ കരച്ചിലൊന്ന് നിർത്ത്. കരയല്ലേ മോളെ? വേണ്ട, ഇനി ആരും ഒന്നും പറയണ്ട. ഒരു ചടങ്ങും വേണ്ട. അർച്ചന, മോളെ അച്ചു, എഴുതി. മഹാലക്ഷ്മി, അകത്തേക്ക് വാ. എന്താ സച്ചിയുടെ ഇങ്ങനെ നോക്കുന്നേ? വിശ്വാസം വരുന്നില്ലേ? എങ്ങനെ വിശ്വസിക്കും? ലക്ഷ്മി ശരിക്കും ഞെട്ടിച്ചളഞ്ഞു. അതും ഇന്നത്തെ ദിവസം.
ലക്ഷ്മി ഇങ്ങോട്ടേക്ക് തന്നെ വന്നതാണോ? ആ പിന്നല്ലാതെ ഇന്നത്തെ ദിവസമല്ലേ വരേണ്ടത്. സച്ചേട്ടൻ എന്നെ കുറിച്ച് അന്വേഷിക്കുന്നില്ലെങ്കിലും നിങ്ങളെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ അങ്ങനെ മറക്കാൻ പറ്റുന്നൊരു ബന്ധമല്ലല്ലോ നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ വന്നതാ. ലക്ഷ്മി വന്നത് വെറുതെ ആയല്ലോ. ഇന്നത്തെ ചടങ്ങ് മാറ്റിവെച്ചു. ചടങ്ങ് മാറ്റിവെച്ചെന്നോ? വളകാപ്പ് ചടങ്ങ് അങ്ങനെ മാറ്റിവെക്കാൻ പറ്റുന്നതാണോ? എന്താ ഈ പറയുന്നത്? ചടങ്ങൊന്നും മാറ്റിവെച്ചിട്ടില്ല. പക്ഷേ ഇപ്പൊ ഞങ്ങളെല്ലാവരും ഒരു വലിയ പ്രതിസന്ധിയിലാണ്. വളകാപ്പ് ചടങ്ങ് നടക്കുമെന്ന് ഒരുറപ്പുമില്ല. അല്ല, അർച്ചന എവിടെ? അർച്ചന മുറിയിലുണ്ട്. അല്ല, ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. ചടങ്ങ് മുടങ്ങാൻ എന്താ കാരണം? വേറെ കാരണമൊന്നുമില്ല. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛൻ പിണങ്ങി ഇറങ്ങിപ്പോയി. അച്ഛന്റെ സമ്മതമില്ലാതെ വളകാപ്പ് ചടങ്ങ് നടത്താൻ തീരുമാനിച്ചാ പിന്നെ അച്ഛൻ അതിൽ പങ്കെടുക്കുവോ? എന്നിട്ട് അച്ഛൻ തിരിച്ചു വന്നില്ലേ? അച്ഛൻ തിരിച്ചു വന്നു. പക്ഷേ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയിരിക്കുക. ആ കൺഫ്യൂഷനില്ല ഞങ്ങളെല്ലാവരും. എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല. അച്ഛനൊരു കാര്യം തീരുമാനിച്ചാ അത് മാറ്റാൻ പിന്നെ ആർക്കും പറ്റില്ല. അച്ഛൻ മുറിയിൽ നിന്ന് ഇറങ്ങി വരാനും പോകുന്നില്ല, ഈ ചടങ്ങ് നടക്കാനും പോകുന്നില്ല. അങ്ങനെയൊന്നുമല്ല ലക്ഷ്മി. ചടങ്ങ് നടക്കും. പക്ഷേ അച്ഛൻ കൂടി പങ്കെടുത്താൽ മാത്രമേ ഈ ചടങ്ങ് നടക്കൂ. ആദ്യം ഞാൻ അർച്ചനെ ഒന്ന് കാണട്ടെ. ചേച്ചി വാ, കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അർച്ചനേട്ടത്തി ആകെ വിഷമിച്ചിരിക്ക. ഇത് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്ന സമ്മാനാണ്. സച്ചേട്ടൻ ഇത് വാങ്ങിക്കണം. ചേച്ചി വാ. ഇവളെന്തിനാ ഈ സമയത്ത് വന്നത്? വളകാപ്പ് ചടങ്ങിന് ഇവളെ ആരാ വിളിച്ചത്? സച്ചി തന്നെ ആയിരിക്കും. അല്ലാതെ മറ്റാരും വിളിക്കാൻ ഒരു വഴിയില്ല. ഒന്നിനു പിറകെ ഒന്നായി ഓരോരോ ദുരനുഭവങ്ങളും നഷ്ടങ്ങളും തേടി വരുമ്പോ ആരായാലും ഈ ഒരു അവസ്ഥയിലായി പോവും. ഇനി നിങ്ങൾ ഈ ചടങ്ങ് നടത്തിക്കോളൂ. പക്ഷേ എന്നെ നിർബന്ധിക്കരുത്. ഇതെന്റെ അപേക്ഷ. ഏട്ടത്തി, ഏട്ടത്തി, വാതില് തുറക്ക്. ഇതാരാ വന്നിരിക്കുന്നേ നോക്കേ. ഏട്ടത്തി, വാതില് തുറക്ക്. ഏട്ടത്തിക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്.
ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ലക്ഷ്മി വാ. ചേച്ചിക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. ഏയ് അത് പറ്റില്ല. ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം. എനിക്ക് മുറിയിലേക്ക് കയറാമല്ലോ അല്ലേ? ആ പിന്നെന്താ, വാ. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മോള് വന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. മോളെവിടെ? അനക്കയുടെ റൂമിലുണ്ട്. ഇരിക്കെ. എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഇല്ല. പുറത്തൊരാളും അർച്ചന ഇപ്പൊ നിൽക്കുന്ന ഇതേ ഞെട്ടലിൽ തന്നെ നിക്കാം. സച്ചിയേട്ടൻ ചടങ്ങിന്റെ കാര്യമൊക്കെ എങ്ങനെ അറിഞ്ഞ? അതിനാണോ പ്രയാസം? അതൊക്കെ കണ്ടുപിടിച്ചു. നമുക്കിഷ്ടമുള്ളവരുടെ കാര്യം അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. ആ അർച്ചന ഇരിക്കേ, ചോദിക്കട്ടെ. സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത്? പറയാം.